സാറ് കുറച്ച് നാളുകളായി PC ജോർജിനെ കുറിച്ച് അങ്ങനെ വിവരങ്ങളില്ലാതിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് പിന്നാലെയാണ് ചർച്ചകൾ മുഴുവൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? ഇപ്പോഴും PC കുറിച്ച് വിവരമൊന്നുമില്ല. PC എവിടെയാണെന്നും ആർക്കും ഒരു പിടുത്തവും കിട്ടാതെ നിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കണേ, എത്ര അല്ല, കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലൊന്നും അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ ഉയർന്നു വന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മകൻ്റെത് പേര് ഷോൺ ജോർജിന്റെ ഇങ്ങനെ നിരന്തരം ഈ മുനമ്പം സമരവുമായെല്ലാം ബന്ധപ്പെട്ട് ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുമ്പോഴും PC ജോർജിന്റെ രാഷ്ട്രീയം അങ്ങനെ അവസാനിച്ച മട്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കേരള പോലീസ് നേതാവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആണോ? അതെ അതെ, അരനൂറ്റാണ്ടായിട്ട് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. കുറച്ച് നാളായിട്ടാണ് ഒരു വിവരമൊന്നും ലഭിക്കാതിരുന്നത്. പക്ഷെ അദ്ദേഹം BJP-യിലാണ് നിൽക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, BJP ന്യൂനപക്ഷ സമുദായത്തെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. PC ജോർജും മകൻ ഷോൺ ജോർജും BJP-യിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് BJP-യുടെ സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണല്ലേ? കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ്? വർഗീയവാദികൾക്കെതിരെയാണ് സംസാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘപരിവാറിൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പറഞ്ഞതൊരു അല്പം കടുപ്പം കൂടി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഉടൻ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞു. അതാണ്, മാപ്പ് പറഞ്ഞിട്ടും പിന്നെ അദ്ദേഹത്തിനെതിരെ ഈ ഒളിയമ്പും ഒക്കെ ആയിട്ട് വേട്ടയാടേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ചോദിച്ചാൽ ഈ ഷോൺ ജോർജാണ് പിണറായിയുടെ മകളെ കുരുക്കിയിട്ടുള്ളത് പല കാര്യങ്ങളിൽ, പല കേസുകളിലായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിണറായി പകരം വീട്ടാൻ തന്നെയാണ് ഇതിൻ്റെ നീക്കം. ഇപ്പം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിണറായിയുടെ തന്ത്രമാണ്. ഒരു സമയത്ത് ഓർക്കുന്നില്ലേ, PC ജോർജിനെ അറസ്റ്റ് ചെയ്ത പൂഞ്ഞാറിൽ നിന്ന് തിരുവനന്തപുരം വരെ വലിയ ആഘോഷത്തോടുകൂടി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ പൂഞ്ഞാറാക്കിയത് ആരാണ്? PC ജോർജാണ്. അവിടെ ഇപ്പം കാണുന്ന എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും എല്ലാം സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ PC ജോർജാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേരള കോൺഗ്രസ്സെങ്കിലും ഇദ്ദേഹത്തിന് സഹായമായിട്ട് വരുമെന്നുള്ളതാണ്. കേരള കോൺഗ്രസ്സിൽ നിന്നാണല്ലോ ഇവരുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. അതായത് 77-ലാണ്, 26-ാമത്തെ വയസ്സിലാണ് PC ജോർജ് പിന്നെ കേരള കോൺഗ്രസ്സിൽ മാണിയുടെ കൂടെ വരുന്നത്. അങ്ങനെ 77-ൽ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് KM മാണിയുടെ ആളായിരുന്ന VJ ജോസഫിന് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പുറത്തായി. പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നുകൊണ്ടാണ് വീണ്ടും 80-ൽ VJ ജോസഫിനെ തോൽപ്പിക്കുകയും ചെയ്തു. പിന്നെ 80 മുതൽ 2016 വരെയും 2021-ൽ അദ്ദേഹം പൂഞ്ഞാറിൽ നിന്ന് പരാജയപ്പെട്ടു. 2021-ൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന അവിടെ നടത്തിയതാണ് അദ്ദേഹത്തിന് പരാജയമുണ്ടാക്കിയത്. ഏതാണ്? SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇവർ തന്നെ അവിടെ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹത്തിനാണ് ഇപ്പോഴും തുടരുന്നത്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള യൂത്ത് ലീഗിന്റെ ചില പ്രവർത്തകരാണ് ഇദ്ദേഹത്തിനെതിരെ ഈ കേസ് കൊടുത്തതും. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇനാം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിടികൂടാനായി. 2021-ൽ തുടങ്ങിയതാണ്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശരിയായിരിക്കും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യേണ്ട വേറെ പലരുണ്ടല്ലോ, തീവ്രവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ വിഷം പരത്തുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തിയവരൊക്കെ ഉണ്ട്. ഹമാസിനെയൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ളതൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ അഴിഞ്ഞാടുകയല്ലായിരുന്നോ കേരളത്തിൽ? കേന്ദ്രം ഇടപെട്ടു അല്ലേ? NIA വന്നല്ലേ ഇവിടെ എല്ലാത്തിനെയും പോപ്പുലർ ഫ്രണ്ടിനെ മുഴുവൻ തൂക്കിയെടുത്തുകൊണ്ട് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ PC ജോർജിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PC ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മുൻകാലങ്ങളിലും PC പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്യുക ഉണ്ടായി. അത് തുടർന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇക്കുറി ജാമ്യം കിട്ടാതെ നിൽക്കുന്നത്. ഇത് കേസെടുത്തപ്പോൾ തന്നെ പിണറായിയുടെ പോലീസ് വളരെ ശക്തമായിട്ട് കേസ് മുറുക്കി എന്നുള്ളതാണ്. അതിനകത്തുനിന്ന് ഊരിപ്പോകാൻ കഴിയാത്ത രീതിയിൽ കേസ് മുറുക്കിക്കളഞ്ഞു.
കാരണം പിണറായിക്ക് എങ്ങനെയെങ്കിലും PC യെ പിടിച്ച് അകത്തിരിക്കണം എന്ന് താല്പര്യമുണ്ട്. പക്ഷെ പിണറായി ആരെ പിടിച്ച് അകത്തിട്ടോ അവരൊക്കെ ഉയർച്ച ഉണ്ടായിട്ടേ ഉള്ളൂ. നേരത്തെ നമ്മുടെ കോൺഗ്രസിലെ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൽ ഇപ്പൊ MLA ആയി മാറി. അതെ, ആ ഒരു അറസ്റ്റോട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എഴുന്നേറ്റാൽ പിണറായിക്ക് പേടിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ PC യും എല്ലാ മുന്നണികളിലും മാറി മാറി നിന്ന് വന്നിട്ടുള്ള ആളാണ്. അവസാന കാലത്ത് LDF പോകാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ പിണറായിയുമായിട്ട് അത് ചേരുന്നില്ല. പിണറായിയാണ് അതിന് തടസ്സം നിന്നിട്ടുള്ളതെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും BJP വേണ്ട തരത്തിൽ ഇദ്ദേഹത്തിന് പരിഗണന കൊടുത്തു എന്ന് പറയാം. പക്ഷെ എന്നാൽ കൊടുത്തില്ല എന്നും പറയാം. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ നിർത്തും എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അത് ആ സമയം അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പത്തനംതിട്ടയിൽ നിർത്തിയിരുന്നുവെങ്കിൽ PC ജോർജ് അനിൽ ആന്റണിയേക്കാൾ കൂടുതലായിട്ട് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ PC മൊത്തത്തിൽ അവിടെ മണ്ഡലത്തിൽ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളാണ്. PC-യുടെ ആ കേരള രാഷ്ട്രീയത്തിലെ നിറഞ്ഞാടിയിട്ടുള്ള ഒരു ചരിത്രം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓർക്കണം, 1980 മുതൽ 2016 വരെ പൂഞ്ഞാറിലെ MLA ആയിരുന്നു. പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത്. ഈ 2016 അദ്ദേഹം ഒരു മുന്നണിയിൽ നിന്നിട്ടില്ല. സെക്കുലറായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇലക്ഷനെ നേരിട്ടു. 3 മുന്നണികൾ LDF-നെയും UDF-നെയും BJP-യെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 28,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. 2021 വീണ്ടും അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു. അവിടെ ഇവർ തന്നെയാണ്. അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തെ പല അവിടുത്തെ പല പ്രശ്നങ്ങളിൽ നിന്നും അതിനുശേഷം ഈ SDP-യും പോപ്പുലർ ഫ്രണ്ടുകാരും മാറ്റി നിർത്തി കളഞ്ഞു എന്നുള്ളതാണ്. നാട്ടിലെ പ്രധാനപ്പെട്ടവരുടെ മറ്റ് ക്രൈസ്തവ മതസ്ഥരായിട്ടുള്ളവരും മുസ്ലിം സമുദായത്തിലുള്ളവരുടെയും മരണവും വിവാഹവും ഒക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പ്രവേശമില്ലാത്ത രീതിയിൽ തടയുന്നതിൽ ഈ SDP-യും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഇതെന്തിനു വേണ്ടിയാണ് പിണറായി ഇത്തരത്തിൽ ചെയ്യിക്കുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പിന്തുണ ആർജിക്കണം പിണറായിക്ക്. അതിനു വേണ്ടിയാണ്. കാരണം മുസ്ലിം സമുദായത്തിന് അല്പം പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ആ സമുദായത്തിന് നിരന്തരം വിമർശിക്കുകയാണല്ലോ CPM. വിമർശിക്കുന്നുണ്ട്. അത് പിണറായി ഇതൊക്കെ പറഞ്ഞാലും തരം കിട്ടുമ്പോൾ ഇവരെ ചേർത്ത് നിർത്തി കൊണ്ടുവരാൻ അറിയാം. 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കിക്കൂ. ഇനിയും നാളുകൾ കിടക്കുകയാണ്. 10-15 മാസം കിടക്കുകയാണ്. 15 മാസമൊന്നും ഇതിന് വേണ്ട. ഒരു രാഷ്ട്രീയത്തിനകത്ത് 15 മിനിറ്റ് മതി സംഭവങ്ങൾ മാറി മറിയാൻ. ഇത് പിണറായിക്ക് നന്നായിട്ട് അറിയാം. പിണറായി അതെടുത്ത് പ്രയോഗിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ PC-യുടെ അറസ്റ്റിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ നേടുമെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ചാനലിൽ പോയി? എന്താണ് ചാനലിൽ ഇരുന്ന് പറഞ്ഞത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയാണ്, അല്ലേ? വർഗീയ പാർട്ടിയാണ്. ഇവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം. ഇന്ത്യ എമ്പാടുമുള്ള മുസ്ലിം സമുദായം വർഗീയ പാർട്ടികളാണ് എന്നാണ് പറഞ്ഞത്. ഈ പിണറായി വിജയനും വയനാട്ടിൽ എന്താണ് പ്രസംഗിച്ചത്? മുസ്ലിം ലീഗിൻ്റെ വോട്ടെന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയും SDP-യും വെൽഫെയർ പാർട്ടിയും എന്നീ പാർട്ടികളുടെ വർഗീയ പാർട്ടികളുടെ പിന്തുണയാണ് മുസ്ലിം ലീഗിനുള്ളത്. അവരുടെ സ്വഭാവമാണ് ഇവർക്കുള്ളത്. ഈ സമീപകാലത്തും പറയുകയുണ്ടായല്ലോ. അപ്പോൾ PC ജോർജ് പറഞ്ഞതും പിണറായി പറഞ്ഞതും എല്ലാം എന്താണ്? ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ PC ഇത്തിരി അല്പം കൂടെ ഭാഷയ്ക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു. മുൻകാലങ്ങളിലെ സംഭവങ്ങൾ കൂടിയായി കഴിഞ്ഞപ്പോൾ ഇതിനാക്കം കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടി പിണറായി PC-യെ പിടിച്ച് അഴിക്കുള്ളിലാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.